കൊച്ചി പുറംകടലിൽ മുങ്ങിയ ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ ഒന്ന് തീരത്തടിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. ചെറിയ അഴീക്കൽ തീരത്താണ് കണ്ടെയ്നർ എത്തിയത്. പക്ഷേ ഇത് കാലി കണ്ടെയ്നർ എന്നാണ് സുജിത് സുരേന്ദ്രൻ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഈ തീരമേഖലയിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തീരത്ത് നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെറിയ അഴീക്കൽ തീരത്ത് കാലി കണ്ടെയ്നർ എത്തിയിരിക്കുന്നത് എന്നാണ് സുജിത് സുരേന്ദ്രൻ അറിയിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആലപ്പുഴ മേഖലയിലൊക്കെ പരിശോധന ഉണ്ടായിരുന്നു. അവിടെ തോട്ടപ്പള്ളിയിലൊക്കെ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ സംഘമെത്തി പരിശോധന നടത്തിയതാണ്. ഒപ്പം തന്നെ കടൽ വെള്ളത്തിന്റെ സാമ്പിൾ അവിടെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ എണ്ണപ്പാട അടക്കമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, ഇത് കാലി കണ്ടെയ്നർ ആണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ടോ സുജിത്ത്? അതെ അതെ ഉമേഷ്, ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെറിയഴീക്കൽ തീരത്ത് അടിഞ്ഞിരിക്കുന്ന ആ കണ്ടെയ്നർ കാലിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കമ്മീഷണർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആശങ്ക ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കണ്ടെയ്നർ ചെറിയഴീക്കൽ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ടെയ്നർ അഴീക്കൽ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു. ശക്തമായ കാറ്റ് കടലിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഈ കാറ്റിന്റെ ഒരു ശക്തിയിലാണ് ഇപ്പോൾ ചെറിയഴീക്കൽ തീരത്തേക്ക് ഇപ്പോൾ ഈ കണ്ടെയ്നർ എത്തിയിരിക്കുന്നത്. ആ കണ്ടെയ്നർ കാലിയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ഉന്മേഷ്, ഈ സുജിത്ത്, ഈ ഒറ്റ കണ്ടെയ്നറേ ഉള്ളോ? നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി കണ്ടതാണല്ലോ. ഈ ഒരു കണ്ടെയ്നറുടെ കാര്യം മാത്രമേ ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നുള്ളൂ സുജിത്ത്? അതെ അതെ ഉന്മേഷ്, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കണ്ടെയ്നർ ആയിരുന്നു. ആ കണ്ടെയ്നർ തന്നെയാണ് ഈ കാലി കണ്ടെയ്നർ എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കണ്ടെയ്നർ ഈ പ്രദേശത്തുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോസ്റ്റൽ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ ആശങ്കയ്ക്കൊന്നും വകയില്ല. ഈ ലഭിച്ചിരിക്കുന്ന കണ്ടെയ്നർ കാലിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് കണ്ടെയ്നർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ, കടലിന്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ആണോ അവിടെ ഉള്ളത് സുജിത്ത്, അതോ ഈ കോസ്റ്റ് ഗാർഡോ മറ്റേതെങ്കിലും തരത്തിലുള്ള അധികൃതരോ ഒക്കെ അവിടെ ഉണ്ടോ? ഈ റവന്യൂ സംഘമോ അങ്ങനെ വല്ലതും ഉണ്ടോ പരിസരത്ത് സുജിത്ത്? ഉമേഷ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കോസ്റ്റൽ പോലീസാണ് കടലിൽ ഇപ്പോൾ പരിശോധന കൂടുതൽ ശക്തമാക്കി നിരീക്ഷണം ശക്തമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കോസ്റ്റൽ പോലീസ് ഒക്കെ തന്നെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കമ്മീഷണർ ഇപ്പോൾ ചെറിയഴീക്കൽ തീരത്തേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ ഉൾപ്പെടെ കണ്ടെയ്നർ ലഭിച്ചിരിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെ തന്നെ പരിശോധന നടത്തും. കൂടുതൽ സംഘങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, സുജിത്ത്, ഇപ്പോൾ ഈ NTPCയുടെ ഭാഗത്തേക്ക് വരുന്ന കണ്ടെയ്നർ എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവല്ലോ, അത് വേറെ കണ്ടെയ്നർ ആണോ അതോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ആ സമയത്ത് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് വന്നത് സുജിത്ത്? ഉമേഷ്, ഇപ്പോൾ നമ്മൾ കണ്ട ആ കണ്ടെയ്നർ തന്നെ ആകാം ഇത് എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. കാരണം ആ കടലിന്റെ ദൂരം നോക്കുമ്പോൾ ആ NTPCയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്കു ഭാഗത്ത് കായലും ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ കടൽ ഭാഗത്തുള്ള ഈ കണ്ടെയ്നർ ഈ ഒഴുകി നടന്ന ആ കണ്ടെയ്നർ തന്നെയാണ് കാറ്റിന്റെ ഒരു ശക്തിയിൽ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോഴുള്ള ഒരു നിഗമനം. ആ കണ്ടെയ്നർ കാലിയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സുജിത്ത്, ഇപ്പോൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി ലഭിക്കുന്നുണ്ടോ? ഈ ഒറ്റ കണ്ടെയ്നർ അത് കാലിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 13 കണ്ടെയ്നറുകളാണല്ലോ അപകടകരമായ വസ്തുക്കൾ എന്നതിനുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നല്ല എന്ന് ഉറപ്പിക്കാമല്ലേ? അതെ അതെ ഇതിൽ വന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ അക്കൂട്ടത്തിലുള്ളതാണോ എന്നുള്ള കാര്യം ഒക്കെ തന്നെ കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കണ്ടെയ്നർ അക്കൂട്ടത്തിലുള്ളതാണോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കരയ്ക്ക് അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ ആ കപ്പലിൽ നിന്നുള്ള ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി അവിടെ ചെറിയ അഴീക്കൽ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. അത് കാലി കണ്ടെയ്നർ എന്നാണ് സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ അറിയിക്കുന്നത്. നേരത്തെയും ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ഒരു മുന്നറിയിപ്പ് നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നിങ്ങനെ
എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയതാണ്. അതിന്റെ ഭാഗമായിട്ട് തീരമേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴയിലാകട്ടെ തോട്ടപ്പള്ളി മേഖലയിലാണ് ഒരുപക്ഷെ ഈ കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത്. അവിടെ കടൽവെള്ളത്തിന്റെ സാമ്പിളടക്കം ശേഖരിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ആ പരിശോധനയുടെ ഭാഗമായിരുന്നു. അതിന് ശേഷമാണ് ആ കണ്ടെയ്നറുകളിൽ ഒന്ന് അത് കൊല്ലം ഭാഗത്തേക്ക് അവിടെ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നത്. ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ അറിയിക്കുന്നത് ചെറിയ അഴീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ കാലി കണ്ടെയ്നറാണ് എന്നാണ് സുജിത് സുരേന്ദ്രൻ അറിയിക്കുന്നത്. കോസ്റ്റൽ പോലീസിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേരത്തെ അവർ നടത്തിയ തിരച്ചിലിനിടെ ഇത്തരത്തിൽ ഒരു കണ്ടെയ്നർ കണ്ടെത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ നേരത്തെ 24 പുറത്തുവിട്ടതാണ്. അത് NDPC ഭാഗത്തേക്ക് അടക്കം നീങ്ങുന്നു എന്നുള്ള തരത്തിൽ ആ സമയത്ത് റിപ്പോർട്ടുകൾ വന്നതാണ്. ഒരുപക്ഷേ ആ കണ്ടെയ്നർ തന്നെയാകാം ഇപ്പോൾ ഈ ചെറിയ അഴീക്കൽ തീരത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ നിഗമനം. അല്ലെങ്കിൽ മറ്റ് കണ്ടെയ്നറുകൾ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. കടലിൽ മോശം കാലാവസ്ഥയായിരുന്നു, കനത്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ തീരത്ത് അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നർ അത് ചെറിയ അഴീക്കൽ തീരത്താണ്. അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടേക്ക് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട്. പോലീസ് സംഘമൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടോ, മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അതിനുശേഷം വ്യക്തമാക്കും. ഏതായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കണ്ടെയ്നർ കാലിയാണ്. അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇതിൽ ഉള്ളതായി നിലവിൽ വിവരമില്ല. 643 കണ്ടെയ്നറുകളാണ് മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 13 കണ്ടെയ്നറുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ടായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി കോസ്റ്റ് ഗാർഡ് നൽകിയ നിർദ്ദേശപ്രകാരം ഒരു മുന്നറിയിപ്പ് നിർദ്ദേശം എല്ലാവർക്കുമായി നൽകിയത്. കാരണം ആ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ആ രീതിയിലുള്ളതാണ്, അപകടകരമായ വസ്തുക്കളാണ്. ഒരുപക്ഷെ സ്പർശിച്ചാൽ ഉൾപ്പെടെ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതിൽ വ്യക്തതയില്ലാത്തത് കാരണമാണ് അതിൽ നിന്ന് അകലം പാലിക്കുന്നതിന് വേണ്ടി ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മറ്റൊന്ന് ഈ എണ്ണപ്പാട, അതുമായി ബന്ധപ്പെട്ട് അത് കടലിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതിന്റെ ഭാഗമായി ഉണ്ടായേക്കാം ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ എന്ന ജാഗ്രത നിർദ്ദേശം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എണ്ണപ്പാട ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ കടലിൽ നടക്കുന്നുണ്ടായിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കപ്പൽ ഉൾപ്പെടെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് തീരത്തേക്ക് ഒരു കണ്ടെയ്നർ എത്തുന്നത്. അത് കൊല്ലത്ത് ചെറിയഴീക്കൽ തീരത്താണ്. നിലവിൽ അത് കാലിയാണ് എന്നുള്ള വിവരം സുജിത് സുരേന്ദ്രൻ അറിയിക്കുന്നുണ്ട്.